നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവീസിലിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയുള്ള കേഡറ്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. പരീക്ഷിച്ചാൽ മാത്രം പോരാ, നമുക്ക് ഉള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് പഠിച്ചാൽ മാത്രമേ കേട്ടറ്റ് എന്ന ഒരു കടമ്പ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിനായി എയിം സ്റ്റഡി സെന്റർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. കേട്ടറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അതേപോലെ കമന്റ് ബോക്സിൽ ഒരു ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കേഡറ്റുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് എന്താണ് എന്നറിയുന്നതിന് മുമ്പ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 കേഡറ്റിലായി 7000ഓളം പേരെ വിജയിപ്പിച്ച സ്ഥാപനമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ സ്പെഷ്യൽ കേഡറ്റിൽ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നും പരീക്ഷ എഴുതിയ മുഴുവൻ അധ്യാപകരും ക്വാളിഫൈഡ് ആയിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ ഉള്ള സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കേട്ടറ്റ് ക്ലിയർ ചെയ്തെടുക്കാൻ കൃത്യമായ ഗൈഡൻസിലൂടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്ന അടുത്ത 8ാമത്തെ ബാച്ചാണ് ഇത്. അപ്പോൾ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബാച്ചും അതേപോലെ തന്നെ ലോങ് ടേം ബാച്ചുകൾ സ്റ്റുഡൻസ് ആയിരിക്കുന്നവർക്കും അടുത്ത അധ്യാപക തസ്തികൾക്ക് വേണ്ടിയിട്ട് കേട്ടറ്റ് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ചുകളും എയിം സ്റ്റഡി സെന്ററിൽ ഇന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ പുതിയ ബാച്ച് മാർച്ച് 16 അത് ഇന്നാണ് ആരംഭിക്കുന്നത്. കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ് നിങ്ങൾക്കായി ഒരുക്കുന്നത് കേട്ടോ. അപ്പൊ കോഴ്സിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക. അപ്പൊ നമ്മുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അപ്പൊ മറക്കണ്ട, നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്കും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൂടെ ജോയിൻ ചെയ്യണേ. അപ്പോൾ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. കേട്ടറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് 1385/2025 അനുബന്ധ സിവിൽ അപ്പീലുകൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1/9/2025 സെപ്റ്റംബർ 1 വിധി പ്രകാരം അധ്യാപക അനധ്യാപകർക്കും എന്താണ് സ്കൂളുകളിൽ അധ്യാപകരായി തുടരാനായിട്ടും ബൈ ട്രാൻസ്ഫറോ പ്രൊമോഷനോ ലഭിക്കാനായിട്ടും എന്താണ് കേട്ടറ്റ് നിർബന്ധമാണ് എന്നുള്ളതാണ് നിലവിലെ മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ ഈ ഹർജി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹർജികളും റിവ്യൂസും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ് സ്പെഷ്യൽ കേഡറ്റിന്റെ, അല്ലെ? അപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1/9/2025 തീയതികളിൽ പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പരാമർശം 8, 9, 10 എന്നീ പ്രകാരം മാർഗനിർദ്ദേശങ്ങൾ നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതിന് തുടർച്ചയായി ചുവടെ ചേർക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കൂടി പുറപ്പെടുവിക്കുന്നു. ആ മാർഗനിർദ്ദേശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, കൊലീഗ്സ് ഉണ്ടാവും, അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കേട്ടറ്റ് യോഗ്യത സംബന്ധിച്ച് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസൃതമായി സർവീസിൽ തുടരുന്നതും 1/9/2025 മുൻപ് പ്രൊമോഷൻ ബൈ ട്രാൻസ്ഫർ നിയമനത്തിന് അർഹതയുള്ളതുമായ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാർക്ക് അവർ അതത് കാറ്റഗറിയിലെ കേട്ടറ്റ് യോഗ്യത 1/9/2025 മുതൽ 2 വർഷത്തിനകം നേടണമെന്ന നിബന്ധനയിൽ താൽക്കാലിക പ്രൊമോഷൻ അഥവാ ബൈ ട്രാൻസ്ഫർ നിയമനം അനുവദിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനിയാണ് വരുന്നത്. മേൽപ്രകാരം താൽക്കാലിക പ്രൊമോഷൻ ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിച്ചവരുടെ പ്രൊബേഷൻ, ഇൻക്രിമെന്റ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ കേട്ടറ്റ് യോഗ്യത നേടിയ ശേഷമേ അനുവദിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഇപ്പൊ നമ്മുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ നിൽക്കുന്നുണ്ട്, പ്രൊമോഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ബൈ ട്രാൻസ്ഫർ വഴി സ്കൂളുകളിലേക്ക് എത്തുന്ന അനധ്യാപകരുണ്ടാവും. അവർക്കെല്ലാം ടെമ്പററി പ്രൊബേഷൻ വഴി അല്ലെങ്കിൽ ടെമ്പററി പ്രൊബേഷൻ ഇഷ്യൂ ചെയ്തുകൊണ്ട് ആ നടപടി പൂർത്തിയാക്കുകയും എന്നാൽ ഈ പറയുന്ന കേട്ടറ്റ് നേടിയെടുത്തതിന് ശേഷം മാത്രം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യപ്പെടുകയോ ആണ് ചെയ്യുക എന്നുള്ളതാണ് പുതിയ ഉത്തരവ് വരുന്നത്. മേൽപ്രകാരം നിശ്ചയിച്ച സമയപരിധിക്കകം, അതായത് 2025 സെപ്റ്റംബർ 1 തീയതി മുതൽ 2 വർഷം എന്ന് പറയുമ്പോൾ 2027 സെപ്റ്റംബർ 1 തീയതിക്കുള്ളിൽ കേട്ടറ്റ് യോഗ്യത നേടിയിട്ടില്ലെങ്കിൽ ഇവരെ പ്രസ്തുത തസ്തികയിൽ നിന്നും റിവേർട്ട് ചെയ്യുന്നതും ഇവർ പ്രസ്തുത കാലയളവിൽ വാങ്ങിയ ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചടയ്ക്കേണ്ടതുമാണ് എന്നുകൂടെ ഈ വിധിയിൽ പ്രസ്താവിക്കുന്നുണ്ട്. മേൽപ്രകാരമുള്ള ഒരു നിയമന സാധ്യതയുള്ള സമ്മതപത്രം, ബോണ്ട്, താൽക്കാലിക പ്രൊമോഷൻ നൽകുന്നതിന് മുൻപായി അധ്യാപകൻ അനധ്യാപകരിൽ നിന്നും വാങ്ങേണ്ടതുണ്ട്. ആയത് അവരുടെ സേവന പുസ്തകത്തിൽ ചേർക്കേണ്ടതുമാണ്.
നമ്മുടെ സർവീസ് ബുക്കിൽ ആ താൽക്കാലികമായ ഒരു ബോണ്ട് അവിടെ എഴുതി വാങ്ങിയതിന് ശേഷം സർവീസ് ബുക്കിൽ അത് അറ്റാച്ച് ചെയ്ത ശേഷമാണ് ഈ താൽക്കാലിക പ്രൊമോഷൻ അനുവദിക്കുക. കേട്ടറ്റ് നേടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിന്റെ തുടർ നടപടികളും കാര്യങ്ങളിലേക്കും പോകുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ അതാത് കാറ്റഗറിയിൽ കേട്ടറ്റ് ഉള്ളവർക്ക് സ്ഥിരമായ പ്രൊമോഷൻ നൽകാവുന്നതാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ലാബ് അസിസ്റ്റന്റ് എന്നിവർക്ക് നിശ്ചിത കേട്ടറ്റ് യോഗ്യത ആവശ്യമില്ലാത്തതിനാൽ ഹയർ സെക്കൻഡറി വിഭാഗമാണ് പറയുന്നത്, അവർക്ക് HSST ജൂനിയർ തസ്തികയിലുള്ള യോഗ്യതയുള്ള പക്ഷം ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ പരിഗണിക്കാവുന്നതാണ്. മേൽ തീരുമാനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേട്ടറ്റുമായി ബന്ധപ്പെട്ട് സർക്കാർ ഫയൽ ചെയ്തിട്ടുള്ള റിവ്യൂ പെറ്റീഷൻ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്നുകൂടെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്ന് തന്നെ മനസ്സിലാക്കാം, ഈ പറയുന്ന 2027 സെപ്റ്റംബറിനുള്ളിൽ കേട്ടറ്റ് നമ്മൾ നേടിയെടുത്തേ പറ്റൂ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ വരാനിരിക്കുന്ന വെക്കേഷൻ ആണ്. ഈ ഒരു സമയം നമ്മൾക്ക് അത്യാവശ്യം പഠിക്കാനുള്ള ഒരു സമയം അല്ലെ, നമ്മൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ സ്കൂളുകളും തിരക്കുകളും എല്ലാം ഒഴിഞ്ഞിട്ടുള്ള ഒരു 1-1.5 മാസത്തോളം നമുക്ക് ലഭിക്കും എന്നുള്ള ഒരു സമയമാണ് ഈ വെക്കേഷൻ സമയം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയം പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും പഠനത്തിനായി മാറ്റിവെക്കാൻ ആയിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ എയിം സ്റ്റഡി സെന്ററിന്റെ ഗൈഡൻസോട് കൂടി തീർച്ചയായും 100-ൽ കൂടുതൽ മാർക്ക് നേടിക്കൊണ്ട് നിങ്ങൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കും. ഓക്കെ, സ്പെഷ്യൽ ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും PDF നോട്ടുകളും നിരവധി മോക്ക് ടെസ്റ്റുകളും 5 മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എയിംസിന് മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള 2012 മുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഫോക്കസ് ഏരിയകൾ മനസ്സിലാക്കിക്കൊണ്ട് തയ്യാറാക്കിയ 5000-ലധികം ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളുടെ PDFകളും എല്ലാം ഉൾപ്പെടുന്ന സ്പെഷ്യൽ ബാച്ച് ആണ് നിങ്ങൾക്കായി എയിം സ്റ്റഡി സെന്ററിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ കേട്ടറ്റിന്റെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുകയാണ്. അപ്പൊ കോഴ്സിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് 9446537080 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ്സ് ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.